വലിയ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് കിട്ടിയെന്നിരിക്കട്ടെ. 5 മിനിറ്റാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയതെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഓഫീസിലുള്ളവർ നമ്മളെ കൊണ്ട് ഇറക്കും. നെക്സ്റ്റ് പ്ലേസ്. കർത്താവ് അങ്ങനെയാണോ? എന്നേക്കും എല്ലായ്പ്പോഴും. രാത്രി നീ കിടന്നുറങ്ങിക്കോ, ഞാൻ ഉറങ്ങാതെ നിന്നെ നോക്കിക്കോളാം. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളോട് സ്പെഷ്യലി ചില വ്യത്യസ്തമായ കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ അനുഭവിക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം, ഇതുവരെ കേൾക്കാത്ത ദൈവിക വെളിപ്പാടുകൾ, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില ഫീലിങ്സ് കർത്താവ് ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളെയും കർത്താവ് സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നൊരു കോ സ്പോൺസറാണുള്ളത്. തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു വെൽവിഷറാണ്. നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എസ്പെഷ്യലി കൊച്ചുമകളുടെ നീറ്റ് എക്സാം നല്ല റിസൾട്ടോടെ പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ഫേവർ ആ മകളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വെൽവിഷറിന് ആത്മീയമായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും കർത്താവെ അങ്ങ് ഫുൾഫിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുൻപിലേക്ക് പോകുന്ന ഓരോ ദിവസങ്ങളും ഓരോ ദിനങ്ങളും കർത്താവുമായി കൂടുതൽ അടുത്ത് ആത്മീയമായ വലിയ ഉന്മേഷങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഫാദർ കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ആ ദേശത്തെ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടുവാൻ സാധിക്കും. നമുക്ക് ഈ ഞായറാഴ്ച കോട്ടയത്ത് നമ്മുടെ സെലിബ്രേഷൻ സൺഡേ നടക്കുകയാണ്. പാസ്റ്റർ ഷെമ ഡാമിയൻ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ അടുത്ത ആഴ്ചയിൽ ദുബായിലും ദോഹയിലും നമ്മുടെ മീറ്റിംഗ്സിൽ പാസ്റ്റർ ഡാമിയൻ ശുശ്രൂഷിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശം കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 16 വ്യാഴാഴ്ച, ശരിയാണോ? ജൂലൈ 16 കൊടുത്തിരിക്കുന്ന ഫോക്കസ് വേർഡ് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ, അസാധാരണമായ പ്രകൃത്യാതീതമായ കരുതൽ. എല്ലാവരും ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഹാജർ, അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. പണ്ട് ഓർക്കുന്നുണ്ടോ, സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേര് വിളിക്കുകയാണ്. ആഗ്നസ് പ്രസൻറ്റ് ടീച്ചർ, പീറ്റർ പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു എന്നതിൻ്റെ രേഖ ഇൻ്റർനെറ്റിൽ കിടക്കട്ടെ. ടൈപ്പ് ചെയ്യുക സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നവർ അസാധാരണമായ കരുതൽ, അല്ലെങ്കിൽ അമാനുഷികമായ കരുതൽ, അല്ലെങ്കിൽ പ്രകൃത്യാതീതമായ കരുതൽ. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് കൊള്ളാലോ, സൂപ്പർ. ഫിലിപ്പിൻസ് 4:19 And my God will meet your needs according to the riches of His glory in Christ Jesus. Wow. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തു തരും. ഒന്ന് പല പ്രാവശ്യം ഒന്ന് വാഗൊണ്ട് പറയണേ. പറ്റുവാണെങ്കിൽ ഒരു 21 പ്രാവശ്യം എങ്കിലും കുറഞ്ഞത്. ഇതിനിടയിലും ഇതിന് ശേഷവും അത് പറഞ്ഞേക്കണം. ഡെക്ലറേഷൻ നോക്കുക. ദി സ്പിരിറ്റ് സപ്ലൈസ് എവറി നീഡ് ടുഡേ. പരിശുദ്ധാത്മാവ് ഇന്നെനിക്കാവശ്യമുള്ള സകലവും നൽകിത്തരുന്നു. ഡിവൈൻ പ്രൊവിഷൻ ഫ്ലോസ് വിതൗട്ട് ലിമിറ്റേഷൻ. ദൈവികമായ കരുതലുകൾ പരിമിതികളില്ലാതെ എനിക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എത്ര പേര് ബൈബിൾ റീഡിംഗ് പ്ലാൻ ദിവസമുള്ളത് നോക്കി വായിക്കുന്നുണ്ട്? ഇന്നത്തേത് നോക്കുക, വായിക്കുക, ടിക്ക് ചെയ്യുക. ഇനി സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനിലേക്ക് വരാം. 4 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ആ പേജിൽ 4 വിഭജിച്ച് 4 പോയിന്റുകൾ എഴുതുക. പോയിന്റ് നമ്പർ 1, God's provision flows from His riches, not our resources. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്കൊത്തവണ്ണമല്ല
ദൈവത്തിൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണമാണ് അവൻ്റെ കരുതൽ ഒഴുകി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ അനുസരിച്ചല്ല, എൻ്റെ ബാങ്ക് ബാലൻസ് അനുസരിച്ചല്ല, എൻ്റെ സാലറി അനുസരിച്ചല്ല, എനിക്ക് കിട്ടുന്ന അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന പിറ്റൻസ് അതിനനുസരിച്ചല്ല ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്നിലേക്ക് ഒഴുകി വരുന്നത്. ഇവിടെ പൗലോസ് ഇത് എഴുതുമ്പോൾ, ഫിലിപ്പിയർക്ക് ഇത് എഴുതുമ്പോൾ അറിയാമല്ലോ, റോമൻ കാരാഗൃഹത്തിൽ തടവിൽ കിടന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇദ്ദേഹം എഴുതുന്ന സമയത്ത് റോമൻ പടയാളികളെ തൻ്റെ ഒരു കൈയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തന്നെ ഒരു സെല്ലിലല്ല എപ്പോൾ ഇട്ടിരിക്കുന്നത്. പകരം തൻ്റെ കൈയും ഒരു റോമൻ പടയാളിയുടെ കൈയും തമ്മിൽ ചങ്ങലക്കിട്ടേക്കുവാണ്. കാരണം ആ പടയാളി ഇയാളെ സൂക്ഷിക്കാനുള്ള ആളാണ്. കാരണം വീട്ടുതടങ്കലിലാണ്, ഹൗസ് അറസ്റ്റാണ്. അപ്പം അവിടെ പോൾ ഡിഡ് നോട്ട് സേ ഗോഡ് വുഡ് സപ്ലൈ അക്കോർഡിംഗ് ടു അവർ ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അനുസരിച്ച് ദൈവം തരുമെന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ അവർ കണക്ഷൻസ്, നമുക്ക് പല ബന്ധങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് തരുമെന്നല്ല പറയുന്നത്. അവർ എബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് തരുമെന്നല്ല പറയുന്നത്. പകരം അക്കോർഡിംഗ് ടു, എല്ലാവരും ഒന്ന് പറഞ്ഞു, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവേശുവിൽ തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം, നമ്മുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ കഴിവനുസരിച്ചല്ല, നമുക്കുള്ള പിടിപാടനുസരിച്ചല്ല, നമ്മുടെ നിക്ഷേപങ്ങളനുസരിച്ചല്ല, അക്കോർഡിംഗ് ടു ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്, അവൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദ മെഷർ ഓഫ് ഗോഡ് സപ്ലൈസ് ഗോഡ് സഫിഷ്യൻസി. ദൈവത്തിൻ്റെ നൽകാനുള്ള അളവ്, ദൈവം നൽകുന്ന അളവ് മാൻ സഫിഷ്യൻസി അല്ല, ഗോഡ് സഫിഷ്യൻസിയാണ്. നമ്മുടെ പര്യാപ്തതയ്ക്കൊത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ പര്യാപ്തതയ്ക്ക് അഥവാ കഴിവിനൊത്തവണ്ണമാണ് കർത്താവ് തരാമെന്ന് പറയുന്നത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തീർത്തു തരും. എന്താണ് ദൈവത്തിൻ്റെ സഫിഷ്യൻസി എന്നൊന്നും നോക്കണ്ടേ? ദൈവത്തിൻ്റെ പര്യാപ്തത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രാപ്തി എന്താണ്? സങ്കീർത്തനങ്ങൾ 50, 10 മുതൽ 12 വരെ കുറിച്ച് വെക്കണം, വായിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എവ്രി ആനിമൽ ഓഫ് ദ ഫോറസ്റ്റ് ഈസ് മൈൻ. കർത്താവ് പറയാം, കാട്ടിലുള്ള സകല മൃഗങ്ങളും എൻ്റെയാണ്. നമ്മൾ അല്ലല്ല, അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലേ, വനം വകുപ്പിൻ്റെ അല്ലേ? അല്ലപ്പാ, അല്ല കുഞ്ഞേ. കാട്ടിലുള്ള കാട്ടാനയും കാട്ടിലുള്ള മറ്റ് ജന്തുക്കളും കാടിനകത്തുള്ള കടുവയും കാടിനകത്തുള്ള സിംഹവും കാട്ടിനകത്തുള്ള മാനാകട്ടെ, എന്തായാലും സകല മൃഗങ്ങളും വനംവകുപ്പിൻ്റെ അല്ല, ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആണെന്നാണ്. ഒരു ആമേനെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അടിച്ചിടാമോ ഇത് കേട്ടിട്ട്? ഹഗ്ഗായി ചാപ്റ്റർ 2 verse number 8. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2:8 ദ സിൽവർ ഈസ് മൈൻ ആൻഡ് ദ ഗോൾഡ് ഈസ് മൈൻ. വെള്ളി എൻ്റേത്, പൊന്നും എൻ്റേത്. ഈ ഭൂമിയിലുള്ള സകല സ്വർണവും വെള്ളിയും ദൈവത്തിൻ്റേതാണ്. ഒരുപക്ഷെ ഇന്ന് 1 ടൺ സ്വർണം നിങ്ങൾ സമ്പാദിച്ചു വെച്ചാലും ആ 1 ടൺ സ്വർണം ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകും ഒരു ദിവസം. അതുകൊണ്ട്, കാരണം ഇത് കർത്താവിൻ്റെ, അതവിടെ കിടക്കും. ഈ ഭൂമിയിലുള്ള എല്ലാ സ്വർണവും റിസർവ് ബാങ്കിൻ്റെയും അല്ല, ഇവിടുത്തെ ജ്വല്ലറിക്കാരുടെ അല്ല, ആരുടെ അല്ല, ദൈവത്തിൻ്റെതാണ്. റോമൻസ് 8:32, റോമാലേഖനം 8:32. ഹി ഹു ഡിഡ് നോട്ട് സ്പെയർ ഹിസ് ഓൺ സൺ വിൽ ഗ്രേഷ്യസ്ലി ഗിവ് us all things. ദൈവത്തിൻ്റെ സഫിഷ്യൻസി, പര്യാപ്തത, പ്രാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് എഴുതിയ വചനം മറക്കരുത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ, അവനോടുകൂടെ ഇതെല്ലാം നമുക്ക് തരാതിരിക്കുമോ? അങ്ങനെ എഴുതി വച്ചിരിക്കുന്നേ. സോ അവർ ലിമിറ്റേഷൻസ് ഡു നോട്ട് ലിമിറ്റ് ഗോഡ്. നമ്മുടെ പരിമിതികൾ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നില്ല. നമ്മൾ പറയാല്ലേ, നമ്മുടെ പരിമിതികൾ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നില്ല. ശ്രദ്ധിക്കുന്നില്ല. ഒന്നുകൂടി പറയാം, എൻ്റെ പരിമിതികൾ ദൈവത്തെ പരിമിതപ്പെടുത്തുന്നില്ല. ഞാൻ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലിമിറ്റഡ് ആകുമോ?
God is always unlimited, even though we are limited. ദൈവത്തിൻ്റെ ഒരു വലിയ റിസർവോയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സംഭരണശാല. നമ്മളൊരു ചെറിയ ബക്കറ്റുമായിട്ട് ചെല്ലുവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ സൈസ് ഓഫ് അവർ ബക്കറ്റ് ഡസ് നോട്ട് ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ റിസർവോയർ. നമ്മുടെ ബക്കറ്റുമായിട്ട് അവിടെ ചെന്ന് കുറച്ച് വെള്ളം എടുക്കാൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പകരാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ ഇതിൻ്റെ സൈസ് റിസർവോയറിൻ്റെ സൈസിനെ പരിമിതപ്പെടുത്തുന്നില്ല. ഇറ്റ് ഈസ് ഹ്യൂജ്. സോ ഗോഡ് സപ്ലൈ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ അവർ കപ്പാസിറ്റി. നമ്മുടെ കഴിവിനേക്കാൾ അഥവാ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതിനേക്കാൾ, വാങ്ങിവെക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന സംഭരണശാലയിലുള്ളത്, ദൈവത്തിൻ്റെ പാണ്ഡികശാലയിലുള്ളത്. അതുകൊണ്ടാണ് മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നത്, സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന്. എന്ന് വെച്ചാൽ ഇൻ ടു എൻ ഓവർഫ്ലോയിങ് കപ്പാസിറ്റി. നമ്പർ 2, ഗോഡ് ഓഫ്റ്റൻ പ്രൊവൈഡ്സ് ത്രൂ അൺഎക്സ്പെക്റ്റഡ് ചാനൽസ്. ദൈവം എല്ലായ്പ്പോഴും അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെയാണ് നമുക്കായി നൽകുന്നത്. അപ്രതീക്ഷിതമായ വഴിയിലൂടെയായിരിക്കും ദൈവം നമുക്ക് നൽകുന്നത്. അതായത് തിരുവെഴുത്തുകളിലുടനീളം ബൈബിൾ മൊത്തം നോക്കിയാൽ ഗോഡ് റെയർലി യൂസ്ഡ് പ്രെഡിക്റ്റബിൾ മെത്തേഡ്സ്. എപ്പോഴും ദൈവം ഒരിക്കലും നമുക്ക് ഇങ്ങനെ അതിനെ പറയേണ്ടത്, നാം ചിന്തിക്കുന്ന കണക്ക് കൂട്ടുന്ന ആ രീതിയിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എപ്പോഴും ദൈവം ഒരു ഡിഫറെൻറ്റ് വേയിലേ പ്രവർത്തിക്കും. നമ്മൾ കണക്കൂട്ടി ഇന്ന രീതിയിലായിരിക്കും. മനുഷ്യരുടെ സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് നാം ചിന്തിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ ഉപരിയായി എപ്പോഴും കർത്താവ് പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, ഈ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി, അത് നമ്മൾ പ്രസംഗിക്കുന്നു, അത് നമ്മൾ പാടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നു. കർത്താവ് കാക്കയെ കൊണ്ട് പോറ്റും എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്നാൽ അത് അസാധ്യമാണ്. ഒരു കാക്കയും ഒരാൾക്കും തീറ്റ കൊടുക്കില്ല. പകരം നേരെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. കയ്യിലുള്ളതിനെ പോലും കൊത്തിപ്പറിച്ച് തട്ടിക്കൊണ്ടു പോകുന്ന സ്വഭാവം മാത്രമേ കാക്കയ്ക്കുള്ളൂ. കാക്ക സ്വന്തം കുഞ്ഞിൻ്റെ വായിലേക്കൊക്കെ ഇങ്ങനെ വളർത്തുന്ന സമയത്ത് തിരി കയറ്റിയൊക്കെ വെക്കും. അതല്ലാതെ ഏതെങ്കിലും കാക്ക മനുഷ്യന് ഭക്ഷണം കൊടുത്തായിട്ട് കേട്ടിട്ടുണ്ട്? നമ്മൾ ചിലപ്പോൾ ദയ തോന്നിട്ട് കാ 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 എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അതല്ലാതെ മനുഷ്യൻ്റെ വിശപ്പിന് ഏതെങ്കിലും കാക്ക ചരിത്രത്തിൽ ഈ കാക്ക വന്ന് ആ ഭക്ഷണം കഴിച്ചോ ഈ പ്രവാചകൻ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ തിരിച്ച് ചിന്തിച്ച് നോക്കണം, ഈസിൻ ദാറ്റ് എ മിറക്കിൾ? ദാറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. കാക്കയാണ് വന്നതെങ്കിലും ഒരിക്കലും സംഭവിക്കാത്ത പ്രകൃതിക്ക് അതീതമായ, അതായത് നാച്ചുറലിൻ്റെ മുമ്പിൽ സൂപ്പർ വെക്കുമ്പോഴാണ് സൂപ്പർ നാച്ചുറൽ ആകുന്നത്. നാച്ചുറലിനേക്കാൾ സൂപ്പറായ ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. അതിനുശേഷം സംഭവിച്ചത്, ഹി വാസ് സപ്ലൈഡ് ത്രൂ എ വിഡോ. സാരഫാത്തിലെ വിധവയാണ് അവനെ പോറ്റിയത്. വിധവയുടെ അവസ്ഥയൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. വിധവയും മകനും കൂടെ കയ്യിലുള്ള ഒരൽപ്പം ഒരു പിടി മാവെടുത്ത് ഒരടയുണ്ടാക്കി തിന്നിട്ട് ചാകാൻ വേണ്ടിയിരിക്കും. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വിധവയും മകനും. അതും നമ്മളാണെങ്കിൽ, ഞാൻ ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു വിധവയുടെ ഒക്കെ ഞാനൊരു ഭക്ഷണം മേടിച്ച് കഴിക്കില്ല. ഒന്നാമത് വിധവ, ദാറ്റ് വാസ് എ ലാസ്റ്റ് മീൽ. ഇതോടെ അവൾ ചാകുകയാണ്. അത് പോയി തിന്നുക എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തൊരു, എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങളെന്താന്ന് വെച്ചാൽ പറ. ഇനി അടുത്തത് വേറൊരു സംഭവം കേൾക്കണം. ഈ പത്രോസിനും കർത്താവിനും ടാക്സ് കൊടുക്കണം. ടെമ്പിൾ ടാക്സ്, ദേവാലയ നികുതി കൊടുക്കണം. ദേവാലയ നികുതി കർത്താവ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നോ. ദേവാലയത്തെക്കാളും വലിയവൻ ഇവിടെ നിൽക്കുന്നു. അവനെയാണ് ആരാധിക്കേണ്ടത്. എങ്കിലും ആ മാനുഷികമായ രീതിയിൽ ഒന്നിനും കുറ്റം വരാതിരിക്കാൻ വേണ്ടി അടക്കാമെന്ന് പറഞ്ഞു, അടച്ചേക്കാൻ പറഞ്ഞു. പക്ഷെ എങ്ങനെ അടച്ചതെന്നുള്ളതാണ്. പത്രോസ്, നീ പോയി
10 വീടുകൾ കയറി ഒന്ന് പറ, എനിക്കും അതുപോലെ എൻ്റെ ഗുരുവിനും ടാക്സ് അടച്ചിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം, ഒന്ന് പിരിവെടുത്തിട്ട് പോവാം. അല്ല, ഇവിടെ ചെയ്തത് ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന്, അത് കരയിലുള്ള ഏതെങ്കിലും ജീവിയാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളത്തിനടിയിലൂടെ പോകുന്ന, മനുഷ്യരെ കാണാത്ത വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഒരു മീനിൻ്റെ വായിൽ, ദാറ്റ് ഈസ് ഇംപോസിബിൾ. ഒരു മീനിൻ്റെ വായിൽ പണം ഉണ്ടാകുമോ? മീനിൻ്റെ വായിൽ വെള്ളമോ, അല്ലെങ്കിൽ അത് തിന്നുന്ന തീറ്റയോ, അല്ലെങ്കിൽ വല്ല ചൂണ്ടലിൻ്റെ കൊളുത്തോ, അങ്ങനെ വല്ലതൊക്കെ കാണാം, കക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം. പക്ഷേ ഈ മീനിൻ്റെ വായിൽ അന്ന് ഉപയോഗത്തിലിരിക്കുന്ന പണം, ഇതെങ്ങനെ ഇതിൻ്റെ വായിൽ വന്നു ബൈബിളിൽ പറഞ്ഞിട്ടില്ല. വെറുതെ ഊഹങ്ങളൊക്കെ പറയാം. നിങ്ങളും പറഞ്ഞു, ഒരു പക്ഷേ ബോട്ടിൽ പോയ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് താഴെ വീണു. ആ താഴെ വീണത് ഇത് പെട്ടെന്ന് എന്തോ തീറ്റ സാധനമാണെന്ന് വിചാരിച്ചിട്ട് അത് കൊത്തിയെടുത്ത് വായിൽ വെച്ചു. പക്ഷേ അത് ഇറക്കാനും പറ്റുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കമാൻഡ് വരുന്നു, ഗോ ദിസ് വേ. ദൈവത്തിൽ നിന്നുള്ള കമാൻഡ്. നമ്മളെ നടത്തുന്നതിനേക്കാൾ എളുപ്പമാണ് കഴുതയെയും ഇതുപോലുള്ള കാക്കയെയും ഇതുപോലുള്ള മീനിനെയൊക്കെ അനുസരിപ്പിക്കുക എന്നാണ് പറയുന്നത്. കാരണം ഇവർ റെബലി ഇല്ലല്ലോ. നമുക്കാണ് ഫ്രീ വില്ലുള്ളതും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കാത്തത്. ഏതായാലും ഈ മത്സ്യത്തിന് കമാൻഡ് കിട്ടി, ഗോ ദിസ് വേ. പെട്ടെന്ന് വായിൽ ഈ നാണയവുമായിട്ട് ഈ ചതുരുദ്രമപ്പണം അല്ലേ, അതുമായിട്ട് ഇങ്ങനെ പോവുക. ഇത് വായിലിരിക്കുന്നിടത്തോളം വേറൊരു തീറ്റ തിന്നാനും പറ്റില്ല, ഇത് ഇറക്കാനും പറ്റില്ല. പക്ഷെ കമാൻഡ് വന്നിരിക്കുന്ന ഇന്ന വഴിക്ക് പോവുകയല്ല, ഇതാ വരുന്നൊരു സാധനം, ചൂണ്ട കൊളുത്തുന്നു, എടുക്കുന്നു. എൻ്റെ വായിൽ നിന്നും ഈ ചതുർദ്രമപ്പണം എന്ന് വെച്ചാൽ 2 ദ്രഹ്മ വീതമുള്ള 2 എണ്ണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 2 പേരുടെ ടാക്സ് കൊടുക്കുവാനുള്ള എക്സാക്റ്റ് മണി, നത്തിങ് ലെസ് നത്തിങ് മോർ കിട്ടി. ഞാനതാ പറഞ്ഞത്, അസാധാരണമായ വഴികളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. 1 രാജാക്കന്മാർ 17:6 റേവൻസ് ബോട്ട് എലൈജ ബ്രെഡ് ആൻഡ് മീറ്റ്. അപ്പവും ഇറച്ചി കൊണ്ടുവന്നത് കാക്കയാണ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു വിധവയുടെ വീട്ടിൽ ഓയിൽ ഭയങ്കരമായി ഒഴുകിയത് നമ്മൾ കാണും. മത്തായി സുവിശേഷം 7:27 ഈ മീൻ ഇവർക്ക് ആവശ്യമുള്ള ടാക്സ് മണിയുമായിട്ട് വരുന്നത്. സോ വെൻ ഗോഡ് ഈസ് യുവർ സോഴ്സ്, ഹി ഹാസ് കൗണ്ട്ലെസ് ചാനൽസ്. ദൈവം നമ്മുടെ ഉറവിടമായി കഴിയുമ്പോൾ ദൈവത്തിന് ഒരിക്കലും എണ്ണിക്കൂടാനാവാത്ത സാധ്യതകളിലൂടെ, മാർഗങ്ങളിലൂടെ ദൈവത്തിന് നമുക്കുള്ള കാര്യങ്ങൾ തരാൻ കഴിയും. നമ്പർ 3, പ്രൊവിഷൻ ഈസ് ഓഫ്റ്റൻ കണക്റ്റഡ് ടു ഒബീഡിയൻസ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുസരണത്തോട് ബന്ധപ്പെട്ടാണ് സപ്ലൈ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കരുതൽ, ദൈവത്തിൽ നിന്നുള്ള കരുതലിരിക്കുന്നത്. മെനി മിറക്കിൾസ് ഓഫ് പ്രൊവിഷൻ ബിഗാൻ വിത്ത് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. പലതും വിശ്വാസത്താൽ ആരംഭിച്ചു. ഉദാഹരണത്തിന്, ദ വിഡോ ഹാഡ് ടു ബോറോ ജാർസ്. ഈ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന കടക്കാർ വന്ന് മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന തൻ്റെ ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ ശുശ്രൂഷയിലായിരുന്നു. അങ്ങനെയുള്ള ആ വിധവയോട് കർത്താവ് പറഞ്ഞത്, അയൽപ്പക്കങ്ങളിൽ പോയി പാത്രങ്ങൾ മേടിക്കുക. പക്ഷെ അവളത് വിശ്വസിച്ചുകൊണ്ടല്ലേ അടുത്ത വീടുകളിലെല്ലാം പോയി മുട്ടി മക്കളാണ് പോയത് പാത്രങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ ദ ഡിസൈപ്പിൾസ് ഹാഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലവ്സ്. ഈ അപ്പം വർദ്ധിക്കുന്നതിന് മുൻപാണ് ശിഷ്യന്മാരെല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പോകുന്ന വഴിയിലാണ് വർദ്ധിച്ചത്. പീറ്റർ ഹാഡ് ടു ലോഞ്ച് ഇൻ ടു ഡീപ്പ് വാട്ടർ. അതുപോലെ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കുക. രാത്രി ഒന്നും കിട്ടിയിട്ടില്ല, അനേക പ്രാവശ്യം ഇറക്കിയതാണ്, അവിടെ ഇവിടെയൊക്കെ ഇറക്കിയതാണ്, പക്ഷേ ആഴത്തിലേക്ക് ഇറക്കാൻ പറയുന്നു. കൃത്യം അവന് ഒരു വലിയ ക്യാച്ച് ലഭിക്കുന്നു. വചനങ്ങൾ എഴുതി വെക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 5:4 മുതൽ 6 വരെ വായിക്കുമ്പോൾ, പുട്ട് ഇൻ ടു ഡീപ്പ് വാട്ടർ, ആഴത്തിലേക്ക് വലയിറക്കുക.
2 രാജാക്കന്മാർ 4-ാം അധ്യായം 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ ബോറോ empty jars, കാലിപ്പാത്രങ്ങൾ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. മലഖായി 3:10, മലാക്കി പ്രവചനം 3:10, ടെസ്റ്റ് മീ ഇൻ ദിസ്, ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ പരീക്ഷിക്കുവിൻ എന്ന് യഹൂദ ജനത്തോട് കർത്താവ് പറയും. പക്ഷെ അതിനകത്തുള്ള ഒരു കോമൺ പ്രിൻസിപ്പിൾ അന്നത്തേക്കും ഇന്നത്തേക്കും എല്ലാ വിശ്വാസികൾക്കുമുള്ള ഇതാണ്: ദൈവം പറഞ്ഞത് അനുസരിക്കുമ്പോൾ, ദൈവനാമത്തിന് കൊടുക്കുമ്പോൾ, ദൈവത്തെ ആദരിക്കുമ്പോൾ എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കും. അങ്ങനെയാണ് സ്ഥലം പോരാതെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗോഡ്സ് പ്രൊവിഷൻ ഫ്രീക്വൻ്റ്ലി ഫോളോസ് ഒബീഡിയൻസ്. പലപ്പോഴും നാം ദൈവത്തെ താൻ പറയുന്ന വാക്കുകൾ, തൻ്റെ ഇൻസ്ട്രക്ഷനുകൾ അനുസരിക്കുമ്പോഴാണ് അതിൻ്റെ പുറകെ ഒരു വലിയ സപ്ലൈ ഉണ്ടാകും. ഈ സ്ത്രീ പാത്രങ്ങൾ കൊണ്ടുവന്നു, അറിയാമല്ലോ, അവസാനത്തെ പാത്രം നിറയുന്നത് വരെ സപ്ലൈ ഉണ്ടായിരുന്നു. ആ ബാലൻ 5 അപ്പവും 2 മീനും കൊടുത്തു. അതങ്ങ് സപ്ലൈ വർദ്ധിച്ചിട്ട് സകലരും തിന്ന് ബാക്കി 12 വട്ടവും ഇങ്ങനെ. പക്ഷെ ആ ഫൈനാൻഷ്യൽ ഒബീഡിയൻസിലാണ് ഫൈനാൻഷ്യൽ മിറക്കിൾസ്, അബണ്ടൻസും നടക്കുന്നത്. നമ്പർ 4, ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് പ്രൊവിഷൻ ഈസ് നോട്ട് വാട്ട് ഹി ഗീവ്സ് ബട്ട് ദാറ്റ് ഹീസ് വിത്ത് അസ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത് അവൻ നമുക്ക് നൽകുന്നതൊന്നുമല്ല, പകരം അവൻ നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ്. കാരണം ശരിക്കുമുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻ, കരുതൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദൻ മണി ഓർ മെറ്റീരിയൽ നീഡ്സ്. നമുക്ക് പലരും പലതും തന്നു കാണും, ഒരുപക്ഷെ പിന്നെ അതിന് ശേഷം അവരെ കണ്ടു കാണില്ല, അവരുമായിട്ട് പിന്നെ കോണ്ടാക്റ്റും ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എന്തെങ്കിലും ദാനങ്ങളോ നന്മകളോ നമുക്ക് തരിക മാത്രമല്ല ചെയ്യുന്നത്, തന്നെ നമുക്ക് തരുന്നു. ദൈവം നൽകുന്ന പല കാര്യങ്ങൾ, കൂടെ ഇരുന്ന് നൽകുന്ന കാര്യങ്ങൾ, വിസ്ഡം ഫോർ ഡിസിഷൻസ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ ജ്ഞാനത്തോടെ തീരുമാനിക്കാൻ. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു 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 ഭാഗം ഇതാണ്: എന്ത് തീരുമാനമെടുക്കണം. ഇങ്ങനൊരു വിഷയം വന്നിരിക്കുന്നു, ബ്രദർ, എന്ത് തീരുമാനം ഞാൻ എടുക്കും? ദൈവത്തോടേക്ക്, ദൈവം, ഞാൻ എന്ത് തീരുമാനമെടുക്കും? തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങാനും തെറ്റിപ്പോയാൽ അതിനതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട്. അടുത്തത് സ്ട്രെങ്ത് ഫോർ ട്രയൽസ്. വലിയ പരിശോധനകൾ വരുമ്പോൾ ശക്തിയോടെ പിടിച്ചു നിൽക്കാൻ, തകർന്നു പോകാതിരിക്കാൻ. പീസ് ഫോർ ആൻസൈറ്റി. വലിയ ആകുല ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്താൽ നമ്മൾ നിറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ആകുല ചിന്തയിലിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ദൈവത്തിൻ്റെ വലിയ സമാധാനം യേശു നൽകുന്ന ഷാലോം നിങ്ങളകത്തുനിന്ന് നിറയും. ഗ്രേസ് ഫോർ വീക്ക്നെസ്. ഏതെങ്കിലും വലിയ ബലഹീനതയിലിരിക്കുമ്പോൾ അവൻ്റെ കൃപ അവൻ നമുക്ക് നൽകുന്നു. ഡയറക്ഷൻ ഫോർ അൺസർറ്റൈനിറ്റി. അനിശ്ചിതമായ ഒരു നാൽക്കവലയിൽ നിൽക്കുമ്പോൾ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുമ്പോട്ടാണോ പിന്നോട്ടാണോ പോകേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ ദൈവം വ്യക്തമായി ഒരു ഡയറക്ഷൻ നമുക്ക് തരും, ഒരു മാർഗനിർദ്ദേശം തരും. കാരണം അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് വഴികാട്ടിയാണ്, അവൻ കാട്ടും വഴി. 23-ാം സങ്കീർത്തനം 1 പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. എബ്രായ ലേഖനം 13:5, നെവർ വിൽ ഐ ലീവ് യു. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ പ്രൊവിഷൻ എന്ന് പറയുന്നത് ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചില വലിയ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്നിരിക്കട്ടെ. ആ അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയതെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഓഫീസിലുള്ളവർ നമ്മളെ കൊണ്ട് ഇറക്കും. അടുത്ത അപ്പോയിൻമെൻറ്റ്, നെക്സ്റ്റ് പ്ലേസ്, തീർന്നു. 5 മിനിറ്റ് നമുക്ക് അലോട്ടഡായിട്ട് കഴിഞ്ഞു. കർത്താവ് അങ്ങനെയാണോ? ഓക്കെ, ഇന്ന് എന്താഴ്ച? ഇന്ന് വെള്ളിയാഴ്ച. ഓക്കെ, അപ്പോൾ നിനക്ക് ഞാനൊരു 12 മിനിറ്റ് തന്നേക്കാം. അങ്ങനെയാണ് ദൈവം പറയുന്നത്. കർത്താവ് പറയുന്നത് എന്നേക്കും
എല്ലായ്പ്പോഴും, എല്ലാ നാളും, സദാസമയം, രാത്രിയും പകലും. രാത്രി നീ കിടന്നുറങ്ങിക്കോ, ഞാൻ ഉറങ്ങാതെ നിന്നെ നോക്കിക്കോളാം. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അപ്പം നാം കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും ഉറങ്ങാതെ ഇപ്പുറത്ത് കാവലിരിപ്പുണ്ട്. ലോകത്തിലെ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വ്യക്തി നമുക്ക് നൽകിയ ഏറ്റവും വലിയ പ്രൊവിഷൻ എന്ന് പറയുന്നത് അവൻ തരുന്ന സാധന സാമഗ്രികളെക്കാൾ അപ്പുറത്ത് അവൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നു. ഇപ്പോൾ പെൺപിള്ളേരൊക്കെ ഉണ്ട്, ഒറ്റയ്ക്കാണ് പേടിച്ച് പോകുന്ന പെൺപിള്ളേരുണ്ട്. സൂക്ഷിക്കേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. കാവൽക്കാരില്ലായിരിക്കാം, ഭടന്മാരില്ലായിരിക്കാം, ചിലപ്പോൾ ഒരു വളർത്തുനായ പോലും ഇല്ലായിരിക്കും, ഒരു കാവൽ നായ പോലും ഇല്ലായിരിക്കും. പക്ഷെ ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. യെശയ്യാവിൻ്റെ പുസ്തകം 41:10 എന്താ പറയുന്നത്? I will strengthen you and help you. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. The greatest blessing is not the gift, it is the presence of the giver. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ഏറ്റവും വലിയ അനുഗ്രഹം ഒരാൾ തരുന്ന ദാനത്തേക്കാൾ, സമ്മാനത്തേക്കാൾ ആ നൽകുന്നവൻ നമ്മോടൊപ്പം ഇരിക്കുന്നതാണ്. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഈ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ്റെ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, കണ്ണുകളുടെ കാഴ്ച തിരിച്ച് വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ കണ്ണ് മങ്ങിപ്പോയതും അങ്ങനെയുള്ള കണ്ണുകളുടെ കാഴ്ച കർത്താവ് തിരിച്ചു നൽകുന്നു. കഴുത്തിൽ സൗഖ്യം നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്കിൻ ഡിസീസുകളിൽ ഒരു വലിയ ശമനവും സൗഖ്യവും നടക്കട്ടെ. ഉദരസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റിനകത്തുള്ള ലംബുകളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ടെന്നീസ് എൽബോ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൈനീട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിഷയം എന്താണെങ്കിലും ദൈവസന്നിധിയിലേക്ക് അത് സമർപ്പിക്കുക. കർത്താവേ, നീ അവരെ തൊടുകയും സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിലും നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയുടെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽഡായിട്ട് പ്രാർത്ഥിക്കും. കൂടാതെ പ്രാർത്ഥന വിഷയങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാം. അതിൻ്റെ നമ്പറുകളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.